നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബ്യൂട്ടി സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡെയിലി ലൈഫിൽ സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അറിഞ്ഞാൽ പോലും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഒരു വിഭാഗം ആൾക്കാർ. ആ വിഭാഗത്തിൽ പെട്ട ഒരാളായിരുന്നു ഞാനും കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. സ്കിൻ കെയർ നമുക്ക് ഞാനും ഒരു ടൈം വരെ ഇതിലൊന്നും അത്ര വലിയ മോയ്സ്ചറൈസർ ഇടുമായിരുന്നു. സൺസ്ക്രീൻ പോലും ഞാൻ റെഗുലറായിട്ട് ഇടുന്ന ഒരാളല്ലായിരുന്നു. ബാക്കി എനിക്ക് അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ വീഡിയോസ് നോക്കുന്ന ഒരാളോ ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ നമ്മളിതൊരു കോഴ്സ് എടുത്ത് പഠിച്ചപ്പോൾ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ ഈ കോഴ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റുടെ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്യുന്നതും എൻ്റെ കോഴ്സ് ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതിന് കൂടുതൽ ഞാനിത് ഇപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഷോർട്സ് ഞാൻ എന്തൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയ ശേഷം അത് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം കേട്ടോ. സ്കിൻ കെയറിൽ CTMൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കണം കേട്ടോ. എത്ര പേര് കേട്ടിട്ടുണ്ടാവും CTM? പലരും ഇതിന് ഫുൾ ഫോം പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ഇതാണ് CTM എന്നുള്ളത് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറയുന്നത്. അപ്പോൾ CTMൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. ലൈക്ക് നമ്മളൊരു വീട് വെക്കുകയാണെന്ന് ചോദിച്ചോ, നമ്മളതിൻ്റെ ബേസ്മെൻ്റ് അല്ലേ ആദ്യം ചെയ്യുന്നത്. ബേസ്മെൻറ്റ് കെട്ടിയിട്ടാണല്ലോ നമ്മൾ മുകളിലോട്ട് കെട്ടി തുടങ്ങുന്നത്. അതല്ല നമ്മൾ നേരെ വന്ന് കട്ടിലെടുത്ത് വെച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിൻ കെയറിൽ CTMൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. CTM എന്ന് പറയുന്നത് ഒരു ബേസാണ്. നമ്മൾ മേക്കപ്പിന് മുന്നേ നമ്മുടെ സ്കിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് CTM, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. വേറൊരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളടുത്ത് പറയാം. നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മളൊരു ഏജിങ് പ്രോസസ്സിലേക്ക് കടക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും യുവത്വം നിലനിർത്തിയല്ലോ ആരും പോകുന്നത്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ മാതിരി കുറച്ച് നാളും കൂടി നമുക്ക് തള്ളി അങ്ങോട്ട് നീക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പറയുവാണ്, നിങ്ങളുടെ അടുത്ത് അറിയാത്തവർ അല്ലെങ്കിൽ ചെയ്യാത്തവർ ഇപ്പോൾ തുടങ്ങിക്കോളൂ. നിങ്ങൾ എല്ലാം വാരി വലിച്ചിട്ട് ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ക്ലെൻസിങ് എടുക്കാം. ക്ലെൻസിങ് എന്ന് പറയുന്നത് ക്ലീനിങ്, അതാണ് ക്ലെൻസിങ്ങിൻ്റെ മറ്റൊരു വാക്ക്. ഞാൻ ക്ലെൻസിങ്ങിനെ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഹെവി മേക്കപ്പ് ഇട്ട ശേഷമൊക്കെ ക്ലെൻസ് ചെയ്ത് ഫേസിൽ നമ്മൾ കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഫേസ് വാഷ് നല്ലൊരു ക്ലെൻസറാണ്. ഫേസ് വാഷ് ഇട്ട് നമുക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാം. അതിനിപ്പോൾ ഞാൻ സ്കിൻ ടൈപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ പോയി കാണുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ സ്കിൻ ടൈപ്പും അണ്ടർടോണും എല്ലാം അറിഞ്ഞിരുന്നാലുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സിനും നമ്മുടെ സ്കിൻ ടൈപ്പ് വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് അല്ലെങ്കിൽ സ്കിൻ ടോൺ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ആ വീഡിയോ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അതില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അത് പോയി ഒന്ന് കാണണം കേട്ടോ. ഞാൻ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ക്ലെൻസ് ചെയ്യണമെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ കുളിച്ചിറങ്ങി നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് ഇട്ടൊക്കെ വാഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കുളിച്ചിറങ്ങുന്നത്. അതിനുശേഷവും നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ വാഷ്റൂമിൽ നിന്ന് വന്ന് റൂമിലേക്ക് കയറി നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പോലും നിങ്ങളൊരു ക്ലെൻസിങ് എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ക്ലെൻസിങ് വാട്ടറാണോ വാട്ടെവർ, അതെടുത്ത് നിങ്ങളൊരു കോട്ടൺ പാഡിൽ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും എത്ര ഡേർട്ട് നമ്മുടെ ഫേസിലുണ്ടെന്നുള്ളത്. അത് ആ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വാഷ്റൂമിൽ നിന്ന് നമ്മൾ ഇത്രയും വാഷ് ചെയ്തിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ക്ലീൻ ആയി എന്നുള്ളത്. ഒരിക്കലുമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പുറത്തോട്ട് നമ്മുടെ വീട്ടിനകത്താണെങ്കിൽ പോലും നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് വൈപ്പ് ചെയ്ത് അറിയാം നിങ്ങൾക്ക് എത്രത്തോളം ഡേർട്ട് നമ്മുടെ ഫേസിലുണ്ടെന്ന്. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർ. ഞാൻ ഓയിലി സ്കിന്നാണ്, ആക്നി പ്രോൺ സ്കിന്നാണ്. ഫേസ് മൊത്തം നിങ്ങൾക്ക് കാണാൻ പാട്, കുത്തും കോമ എല്ലാം ഉണ്ട്. ഇതിലെല്ലാം ഈ ഒരു പോർട്സിലെല്ലാം ഈ അഴുക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ള ഈ മാലിന്യങ്ങളും ഇതെല്ലാം നമ്മളെ കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനായിട്ട് സ്കിൻ കെയർ റുട്ടീനായിട്ട് നമ്മളൊന്ന് രാവിലെ വാഷ്റൂമിൽ പോയി വന്ന ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. രാവിലെ ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രാവിലെ ഫേസൊക്കെ വാഷ് ചെയ്ത ശേഷം ഇതുപോലെ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിലി സ്കിന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആക്നി പ്രോൺ ബേസ് ആയിട്ടുള്ള എന്താ പറയുക ഫേസ് വാഷ് കിട്ടും. നമുക്ക് സാലിസിലിക് ആസിഡ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് ഓയിലി സ്കിന്നുകാർക്ക് വളരെ വളരെ നല്ലതാണ് കേട്ടോ. അത് ഡ്രൈ സ്കിന്നുകാർക്ക് ഹൈലറോണിക് ആസിഡ് വരുന്നതാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നിങ്ങൾക്ക് ഫേസ് വാഷിലൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നോർമൽ സ്കിന്നാണ് നിങ്ങൾക്ക് ഇതൊന്ന് നോക്കണം, നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ക്ലെൻസിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും പറയാം, ഞാൻ പ്രോഡക്റ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിലി സ്കിൻകാർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഡ്രൈ സ്കിൻകാർ എന്താ പറയുക ക്രീം ബേസ്ഡ് പ്രോഡക്ട്സുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജെൽ ബേസ്ഡ് ആയിരിക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് നല്ലത്. നോർമൽ സ്കിന്നാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് നോക്കി വേണം ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറയുന്നത് ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടറാണ്. അത് ഞാൻ വാട്ടർ വിത്ത് ഓയിലും ഉണ്ട് കേട്ടോ, മൈസെല്ലർ വാട്ടർ വിത്ത് ഓയിലും ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഓയിലി സ്കിൻ ആയിട്ട് പോലും എനിക്ക് ആ വിത്ത് ഓയിൽ മൈസെല്ലർ വാട്ടർ വിത്ത് ഓയിൽ എനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് വാട്ടർ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ലതാണ്. നല്ലപോലെ നമുക്ക് നമ്മുടെ ഫേസിലെ ഡേർട്ട് എല്ലാം വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഓയിലി സ്കിന്നുകാരുടെ ഫേസിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ലപോലെ വൈപ്പ് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ഈ പ്രോസസ്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് എല്ലാം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആഫ്റ്റർ മേക്കപ്പ് നമ്മളറിയാം നമുക്ക് ഒത്തിരി ലെയേഴ്സ് ആയിരിക്കും നമ്മുടെ ഫേസിൽ മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഫൗണ്ടേഷൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫേസിൽ കൺസീലർ അല്ലെങ്കിൽ കറക്റ്റർ ഇതെല്ലാം നമ്മുടെ ഫേസിൽ വരും. ഇതെല്ലാം നമ്മൾ ചെന്ന് എവിടെയെങ്കിലും പാർട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ നേരെ പോയി ഫേസ് വാഷ് എടുത്തത് എല്ലാം കൂടെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ അവിയൽ വരുമാവും. അതിന് നല്ലത് നിങ്ങളൊരു കോട്ടൺ വൈപ്പ് എടുക്കുക, അതിലേക്ക് ഈ പറഞ്ഞ മാതിരി ക്ലെൻസർ ഇട്ടിട്ട് നല്ലപോലെ വൈപ്പ് ചെയ്ത് നല്ലപോലെ എല്ലാ മേക്കപ്പും വൈപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾ പോയി ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും നിങ്ങളുടെ ഫേസ്. നിങ്ങൾക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോണിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മെയിൻലി ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ pH ലെവൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിൽ ചെറിയൊരു വേരിയേഷൻ വരും. കാരണം നമ്മൾ അതുപോലെ വൈപ്പ് ചെയ്തെല്ലാം കളയുമ്പോൾ നമ്മുടെ pH ലെവലിന് ഒരു ചെറിയൊരു വേരിയേഷൻ വരും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് ഒരു ടൈറ്റനിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞ ഓയിലി സ്കിൻ ആയ കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ടോണർ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബയോട്ടിക്കിൻ്റെ ടോണർ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ബയോട്ടിക്കിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലതാണത്. ഈ പറഞ്ഞ ആക്നെ പ്രോൺ സ്കിന്നിന് ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ടോണർ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത പ്ലമ്മിൻ്റെ ടോണർ ഭയങ്കര നല്ലതാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ ഷോർട്സിൽ ഞാൻ കാണിക്കുന്നത് പ്ലമ്മിൻ്റെയാണ്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നയാസിനിമൈഡ് അതാണ്. സൂപ്പറാണ് കേട്ടോ. അത് നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. ടോണർ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓയിലി സ്കിന്നുകാർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ഈ ആക്നി പ്രോൺ സ്കിന്നാണ്, നമ്മുടെ ഫേസിൽ ഓപ്പൺ പോസ് കാണും. എത്ര നമ്മൾ കഴുകി വെളുപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ മാതിരി ഈ എവിടെന്നെങ്കിലും അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടി ആയിക്കൊണ്ടോട്ടെ എപ്പോഴും നമ്മുടെ ഫേസിൽ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്ലെൻസിങ് കൊണ്ടും ടോണിങ് കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുന്നത് കേട്ടോ. ഓയിലി സ്കിന്നുകാർ ബാക്കി എനിക്ക് എന്താ പറയുക അത് റുട്ടീനായിട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പറയാൻ അറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് കേട്ടോ. അടുത്തൊരു മെയിൻ സംഭവമാണ് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആയിക്കൊണ്ടോട്ടെ ഓയിലി ആയിക്കോട്ടെ കോമ്പിനേഷൻ ആയിക്കോട്ടെ ഏത് സ്കിൻ ആയിക്കൊണ്ടോട്ടെ നിങ്ങൾ മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. മോയ്സ്ചറൈസർ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്കിൻ കെയറിൽ ആക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ ഒരു ബാരിയർ ഫോം ചെയ്യും. നമ്മൾ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളത് ലോക്കാക്കി വെക്കുകയാണ്. അതായത് പുറത്തുനിന്ന് നമ്മുടെ അത് ഈ എന്താ പറയുക പൊല്യൂഷൻ എൻവയോൺമെൻറ്റൽ അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ബാരിയറായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്.
നമുക്ക് നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിന് ഉള്ള ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് അത് സഹായിക്കും. നമ്മുടെ ഫേസിൽ ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര കൂടിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തെന്ന് വെച്ചാലും അത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ഫ്ലേക്കി ആയിട്ട് കേക്കി ആയിട്ട് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഫേസിൽ, നമ്മൾ ബോഡിയിലും ഒക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മൾ എല്ലാം കുളിച്ചെല്ലാം കഴിഞ്ഞ് നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി കഴിഞ്ഞ് വന്ന് ടപ്പട്ടപ്പേന്ന് ഇതെല്ലാം അടിക്കുന്നതാണ്. അങ്ങനെയല്ല, മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നനവോടുകൂടി തന്നെ നിങ്ങളിപ്പോൾ ഞാൻ പറയും ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ക്ലെൻസർ, ടോണർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് ഓടി വന്ന് മോയ്സ്ചറൈസർ ഇടാൻ പറ്റില്ല, ഇത് ഫോളോ ചെയ്ത് പോകുന്നവർക്ക്. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞ് ടോണിങ് അല്ലേ വരുന്നത്, ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് നല്ല ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നമ്മൾ ബോഡിയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ നനവ് നിലനിൽക്കെ തന്നെ നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് CTMൽ വരാത്ത നെക്സ്റ്റ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് സൺസ്ക്രീൻ അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ട് എത്ര പേര് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും പറയുന്നത് ഈവൻ ഡോക്ടേഴ്സ് പോലും പറയുന്നത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് വീട്ടിനകത്താകുമ്പോൾ നമുക്കൊരു SPF 30 നമുക്ക് നിർത്താം. പക്ഷെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ചൂട് എത്രയാണെന്നുള്ളത്, എത്ര വെയിലാണ് നമ്മൾ കൊള്ളുന്നതെന്നുള്ളത്. ഒരു മിനിമം 50 എങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് SPF അല്ലെങ്കിൽ സൺസ്ക്രീൻ, നല്ലൊരു സൺസ്ക്രീൻ നിങ്ങളുടെ, അതും ഈ പറഞ്ഞ മാതിരി ജെൽ ബേസ്ഡും ക്രീം ബേസ്ഡും എല്ലാം ഉണ്ട് കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെയൊക്കെ സൺസ്ക്രീൻ ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഒക്കെ നല്ലതാണ്. പിന്നെ പ്ലം, അക്വാലോജിക്ക ഇതൊക്കെ നല്ല ബ്രാൻഡുകളാട്ടോ, അഫോർഡബിൾ ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങളത് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നോക്കിയിട്ട് മസ്റ്റായിട്ട് ഇതുവരെയായിട്ടും ചെയ്യാത്തവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മളിനി എന്ത് തലകുത്തി എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആയി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക. പ്രോപ്പറായിട്ട് CTM നമ്മൾ പുറത്തിറങ്ങും, അല്ലെ ഞാൻ പുറത്തുനിന്ന് പോകുന്നില്ല എന്നൊന്നും ചെയ്യേണ്ട, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളിതെല്ലാം ഫോളോ ചെയ്ത് പോവുക. പിന്നെ എന്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ഭയങ്കര ജെൻറ്റിലായിട്ട്, ഭയങ്കര ഹാർഷായിട്ട് നമ്മുടെ സ്കിന്നാണ് അടിച്ച് നനച്ച് റെഡിയാകും പൊട്ടിക്കിട്ടാൻ, അങ്ങനെയല്ല. ഭയങ്കര ജെൻറ്റിലായിട്ട് മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പതുക്കെ അല്ലാതെ വലിച്ചരച്ചൊന്നും ചെയ്യരുത്, നമ്മുടെ സ്കിന്നാണ്. അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്നവരടുത്ത് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. ഡെയിലി ഇട്ട് സ്ക്രബ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ദോഷമാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പം ഞാനത് പഠിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. ഇത് സ്ക്രബ് ചെയ്ത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുമല്ലോ. ആ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി എടുത്തിട്ട് ഇങ്ങ് വരയ്ക്കും. പക്ഷേ ഇത് ചെയ്യരുത്. നിങ്ങൾ ഒരു 2 ആഴ്ചയ്ക്ക് ഗ്യാപ്പ് കൊടുക്കുക, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടങ്ങ് പോകും കുറേ നാളത്തേക്ക്. ഈ പറഞ്ഞ മാതിരി സയൻസ് ഓഫ് ഏജിങ് ഒക്കെ നമുക്ക് കുറച്ച് തള്ളി നീക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ട് എങ്ങോട്ടൊക്കെയാണ് നോക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോങ്ങണ്ടൊന്നും അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ട് വീണ്ടും പോയി. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അണ്ടിൽ ദെൻ ബൈ.